സുന്ദരക്കുട്ടപ്പനായിട്ട് അവിടെ പോവാ? ഞാനേ എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോവാ. ഫ്രണ്ടിനെ കാണാനാ? ഏത് ഫ്രണ്ട്? ഫ്രണ്ട് നവീൻ. നവീനാ? ആ ഇന്നലെ നവീനെ കാണാൻ പോയത്. ആ ഇന്നും എനിക്ക് കാണേണ്ട കാര്യമുണ്ട്. എന്ത് കാര്യത്തിനാ പോകുന്നത്? എന്ത് കാര്യത്തിനാ പോകുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാ ഒരു കാര്യത്തിന്. അതാ ചോദിച്ച എന്ത് കാര്യത്തിനാന്ന്. എല്ലാ കാര്യങ്ങളും ലച്ചൂസിന് അറിയണോ? വരും. പോയിട്ട് വരാൻ തോന്നുമ്പോ വരും. ഇറങ്ങണ്ടേ? ഞാൻ വരട്ടെ. എന്തിന്? നവീനെ കാണാൻ. എന്ത് കാര്യത്തിന്? അതിന്റെ ആവശ്യമില്ല. അത് ഇതേ ആറ്റിറ്റ്യൂഡായിരുന്നു എന്റെ അടുത്ത്. ഏതോ ഒരു ഫ്രണ്ടിനെ കാണാൻ പോവാന്ന് മാത്രം എന്റെ അടുത്ത് പറഞ്ഞു. ഒളിഞ്ഞിരുന്ന് കേട്ടല്ലേ? ഞാൻ മിച്ചർ വെച്ചുകൊണ്ട് വളരെ യാദൃശ്ചികമായിട്ട് ചിത്തൂനെ എന്തോ ഒരു മാറ്റം. ഹൈറ്റ് വെച്ചാ അല്ല, പഴയതുപോലെ എന്റെ അടുത്ത് ആ ഒരു സ്നേഹവും കെയറിംഗ് ഒന്നും ഇല്ല. വെച്ചെടുത്താ അത് മടുത്ത് കണ്ടൂടെ? മടുത്താണെന്ന് ഉദ്ദേശിച്ചത് ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നിട്ട് കുറെ ആയല്ലോ. അപ്പൊ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യാനില്ലാതെ ഫ്രസ്ട്രേഷൻ അടിച്ച് അങ്ങനെ മടുത്ത് കാണും. ഇനി മക്കള് ചേച്ചിയുടെ കുറച്ച് സങ്കടം കേക്കോ? കേക്കോ. എന്നാ ഇരി. ഓ ഇരുന്ന് പറ. നീ ഓർക്കണല്ലേടാ, സിദ്ധു ഗൾഫിൽ നിന്ന് വന്ന സമയത്തെ എന്റെ അടുത്ത് എന്തൊരു സ്നേഹമായിരുന്നു. ലച്ചൂസേന്നല്ലാതെ എന്നെ വിളിക്കത്തില്ലായിരുന്നു. വിളിച്ചുകൊണ്ട് ഇങ്ങനെ പുറകെ നടക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴേ ആ ലച്ചൂസിന്റെ ഇല്ല. ലച്ചു മാത്രമേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് എന്നെ എടി ലച്ചു എന്ന് വിളിക്കാറുണ്ട്. പഴയ ആ ഒരു സ്നേഹവും അറ്റൻഷനും കെയറിംഗ് ഒക്കെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. തന്നെ ഇത് തന്നെ അളിയനും ഇടയ്ക്കിടയ്ക്ക് പറയണത്. ചേച്ചിയുടെ കയ്യിലുള്ള സ്നേഹവും അറ്റൻഷനും കളിയും മിസ് ചെയ്യണം. അങ്ങനെ പറഞ്ഞെങ്കിൽ നിനക്ക് തോന്നണ്ടോ? ഇല്ല, ഞാൻ ചുമ്മാ പറഞ്ഞടാപ്പാ. അടങ്ങടങ്ങടങ്ങ് പോട്ട് 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 പോട്ട്. അതെ, ഈ പ്രശ്നം, ഈ സ്നേഹവും അറ്റൻഷന്റെയും പ്രശ്നം ഒരു 2-3 ദിവസം മുമ്പ് തല്ലി തീർന്നയാണല്ലോ. തല്ലി തീർന്ന എല്ലാം പറഞ്ഞു തീർത്തതാ. പിന്നെന്തുവാ? പക്ഷെ അതങ്ങനെയല്ല. സിദ്ധുവിന്റെ കയ്യിൽ നിന്ന് ആ ഒരു അറ്റൻഷനും സ്നേഹവും കെയറൊക്കെ ഭയങ്കര കുറവാ. കിട്ടുന്നില്ല. ഇല്ല, എനിക്കത് വേണം. അതിനെന്താ വഴി? കിണിക്കാതെ പറ. ആ പേടിയിലേക്കകത്ത് കുറെ കുരുട്ട് ബുദ്ധി ഉണ്ടാവും എനിക്കറിയാം. അമ്പോ ഐഡിയ ഒക്കെ കിണ്ടിലാണെങ്കിൽ കിടക്കണേ. അല്ലേ വേണ്ട. പറ. ശരിയാവില്ല, ചേച്ചിക്ക് സെറ്റ് ആവില്ല. ചേച്ചി അത് നശിപ്പിച്ചോളെ. നശിപ്പിക്കുന്നൊന്നുമില്ല, നീ പറട്ടാ. ഒരാഴ്ചത്തെ നിന്റെ എല്ലാ ചെലവും ഞാൻ നോക്കിക്കോളാം. ഒരാഴ്ച എല്ലാ ചിലവും നോക്കിക്കോളൂല്ലോ. ഒന്ന് എണീറ്റില്ല. എന്തിന് എണീറ്റില്ല? കൊണ്ടേ കൈ നീട്ടിയേ. മതി 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 മതി, ഇത് മതി. വാ, ഒരു പരിപാടിയുണ്ട്. ചാച്ചി, ഞാൻ പറഞ്ഞു ഒരു വിധത്തിലാണ് ഇതൊക്കെ സെറ്റ് ചെയ്തേക്കണം. നശിപ്പിക്കില്ലേ? നശിപ്പിക്കില്ല. എടുത്തിട്ട് ഇവിടെ മുഴുവൻ നമ്മൾ ഫുൾ വിജിലന്റ് ആയിരിക്കണം. വിജിലന്റോ? നിരീക്ഷണത്തിലായിരിക്കും. അപ്പൊ പിന്നെ സൂക്ഷിച്ചു കൊണ്ടൊക്കെ നടന്നോണം. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അഭിനയിക്ക് അറിഞ്ഞൂടെന്ന് അറിയാം. നശിപ്പിക്കല്ലേ? ഇവിടെ ഏറ്റവും കൂടുതൽ നാച്ചുറൽ ആക്ടിങ് ചെയ്യണത് ഞാനാണ് കേട്ടോ. തന്നെ കമത്തി എടുത്തിട്ട് കയ്യെടുത്തറൂ. ഫീൽ കൂടി. അയ്യോ കാലിലും തെറ്റി.
കാലിന് കുഴപ്പമൊന്നുമില്ല. കയ്യല്ലേ ഒടിഞ്ഞേ? പിന്നെ ഞൊണ്ടെന്തിന്? നീ വാ. ഇത് നശിപ്പിച്ച് കൈയിട്ടരും. കാണുന്നില്ലല്ലോ ആരും. നോക്കാം. ചേച്ചി സൂക്ഷിച്ച്. അയ്യോ അളിയാ, അയ്യോ അമ്മൂമ്മ, സൂക്ഷിച്ച്. ഇതെന്താ പറ്റി? അത് എന്റെ പൊന്നളിയ ഒന്നും പറയണ്ടായത്. എന്റെ പൊന്നമ്മൂമ്മ ഒന്നും പറയണ്ട. നമ്മള് വണ്ടി പോവായിരുന്നു. അപ്പൊ ഒരു പൂച്ച കുറുക്ക ചാടി. ഞാൻ ബ്രേക്ക് അങ്ങ് പിടിച്ച് ചേച്ചിക്ക് വെയിറ്റ് ഇല്ലാത്തോണ്ട് ചേച്ചി തെറിച്ചങ്ങ് പോയി കൈ കുത്തി കൈ ഒടിഞ്ഞു. പിന്നെ ഇതാ എക്സ്റേ എടുത്ത്. എന്നിട്ട് എന്താ എന്നെ അറിയിക്കാഞ്ഞേ? അത് ഞാനാ പറഞ്ഞ വിളിച്ച് പറയണ്ടായിരുന്നു. വെറുതെ നിങ്ങൾ എല്ലാരും കൂടെ ടെൻഷൻ അടിക്കില്ലേ? എന്റെ ലച്ചു എന്നാലും ഒന്ന് വിളിച്ച് പറയണ്ടേ ഇങ്ങോട്ട്? പോട്ടമ്മൂമ്മ പറ്റിപ്പോയി. വെറുതെ വയ്യായിരിക്കുന്ന ഒരാളെ അങ്ങനെ വഴക്ക് പറയണോ? നമുക്ക് ഡോക്ടറെ കാണാൻ പോവാം. ഞാനിപ്പോ ഹോസ്പിറ്റലിൽ നിന്നാ വന്നേ. സോറി, ഡോക്ടർ എന്താ പറഞ്ഞേ? കൈ ഒടിഞ്ഞെന്ന് പറഞ്ഞു. ഒടിഞ്ഞെന്ന് പറഞ്ഞോ? അത് പ്ലാസ്റ്റർ അല്ലല്ലോ. ഒടിഞ്ഞെന്ന് പറഞ്ഞ അങ്ങനെയല്ല. ഒരു ചെറിയ മറ്റേ ഹെയർലൈൻ ഫ്രാക്ചർ ഉണ്ടല്ലോ. അപ്പൊ അത്രേ ഉള്ളൂ എന്നാ പറഞ്ഞേ. അപ്പൊ അതുകൊണ്ട് പ്ലാസ്റ്റർ ഉണ്ടാ ജസ്റ്റ് ഒന്ന് ഇതേപോലെ അവര് ചെയ്തു തന്നു. അപ്പൊ ഒരു മിനിമം ഒരു മൂന്നാഴ്ചയിലും കുറഞ്ഞ റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. വേദനിക്കുന്നുണ്ടോ? നല്ല രീതിക്ക് വേദനിക്കുന്നുണ്ടോ? ഒരു കാര്യം ചെയ്യ്, വന്ന് റെസ്റ്റ് എടുക്കാൻ നോക്കുക. എനിക്ക് കിടക്കണം, ഈ ഇരുന്നാ മതി. ശ്രദ്ധിച്ചിരിക്കട്ടോ. അതെ, എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. அதுக்கு என்ன ஃப்ரிட்ஜ்ல ஃப்ரெஷ் ஜூஸ் இருக்கு, இப்ப வேணா. വേണ്ട, ഞാൻ എടുത്തോളാം. എന്താ നിങ്ങൾ ചിരിക്കുന്നേ? ഞങ്ങള് ചിരിച്ചല്ല, ഈ ബൈക്കിൽ നിന്ന് വീണിട്ടേ പല്ലിന് ചെറിയൊരു വേദന. അതെ, പിന്നെ ഇത്രയല്ലേ പറ്റുള്ളൂ, അത് ആശ്വസിക്കായിരുന്നു. ഡോക്ടർ പറഞ്ഞതുപോലെ 3 ആഴ്ച റെസ്റ്റ് എടുക്കണേ. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തു തരാം. എന്നാ പിന്നെ അമ്മമ്മേന്റെയും പൊക്കോ, ഞാൻ അവിടെ ഇരുന്നോളാം. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മക്കൾ വിളിക്കണേ. വിളിക്കാം. പിന്നെ അവിടെ കുഴപ്പമില്ല അമ്മമ്മ, കേശൊക്കെ ഉണ്ടല്ലോ. ആരും വേണ്ട, എന്തെങ്കിലും ഉണ്ടെങ്കിലേ എന്റെ ലക്ഷ്യം ഞാൻ നോക്കോളാം. പൊക്കോ. ഗ്ലാസ് നോക്ക്. ഇനി വേണോ? കുറച്ച്. ലച്ചൂസേ, നല്ല വേനുണ്ടോടാ? കിഴങ്ങൻ ഓടിക്കാനും അറിയത്തില്ല. പൂച്ചയെടുത്ത് പറയാതെ വട്ടം ചാടല്ലെന്ന്. അതെ, എനിക്കൊന്ന് ഫ്രഷ് ആവണമെന്നുണ്ട്. എന്റെ ഡ്രസ്സ് ഒന്ന് എടുത്ത് നോക്കൂ. ഡ്രസ്സ് എവിടെ നിന്ന് എടുത്ത് വെക്കണ്ടേ? അവിടെ പുറത്ത് അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു, അതിൽ എടുത്താ മതി. ഞാൻ എടുത്ത് വെക്കാം. ഞാനല്ല, പിന്നെ ആരെടുത്ത് വെക്കാൻ? അയ്യോ, സോറി. എന്താ ശ്രദ്ധിക്കല്ലേ? കൊള്ളാം. അതേ ഐഡിയ. എടാ, ചോദിക്കാൻ വിട്ടുപോയി. കിഴങ്ങൻ നിനക്കൊന്നും പറ്റില്ലടാ. വണ്ടി ഓടിച്ചത് ഞാനാണല്ലോ. പിന്നെ ചേച്ചി വെയിറ്റ്ലെസ് ആയതുകൊണ്ട് തെറിച്ചങ്ങ് പോയതാ. അതുകൊണ്ട് എനിക്കൊന്നും പറ്റിയില്ല. നീ നിന്റെ കാര്യം അങ്ങ് നോക്കി, എന്റെ ലെച്ചൂസിനെ അങ്ങ് മൈൻഡ് ചെയ്തില്ല അല്ലേ? എന്തോന്നറിയത്? പക്ഷെ അവന് എനിക്ക് ഹേർട്ട് ആവാത്തില്ല. ഹാർട്ടായിട്ടില്ല. എന്താ നന്ദിയുണ്ട് ഒരുപാട്. വേണമെങ്കിൽ പകുതി പിടിച്ചോ. പിന്നെ വേറൊരു കാര്യം കേട്ടോ, ആക്ടിങ് കളയാൻ നിൽക്കട്ടെ. ഉള്ളൂല്ല, എന്തിനത്? കുഴപ്പമില്ല, സ്നേഹത്തോടെ എക്സ്റേ ഇരിക്കട്ടെ. കൈ പിടിച്ചോ, കുറച്ചുകൂടെ സിമ്പതി വരും. നശിപ്പിക്കില്ലേ?
പൊന്നു ലച്ചൂസേ, ഒന്നും പറയണ്ട. ഞാനേ തുണി എടുക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോഴേ തുണി അലക്കിയിട്ടില്ലായിരുന്നു, ബക്കറ്റ് കിടക്കുമായിരുന്നു. പിന്നെ നിനക്കിടാൻ വേണ്ടിയിട്ടുള്ള ഈ തുണി ഞാൻ ഒരു വിധത്തിൽ അലക്കി ഉണക്കി എടുത്തതാ. പക്ഷേ തേച്ചിട്ടിട്ടാ മതി. ബുദ്ധിമുട്ടായോ? ബുദ്ധിമുട്ടാ എനിക്കാ? ഞാനല്ലാതെ പിന്നെ ആരടി? ശരിയാ. ലച്ചൂസേ, നിനക്ക് വേദനിക്കുന്നുണ്ടോ ഇപ്പൊ? വേദനയുണ്ട്. ഒരു കാര്യം ചെയ്യ്, നിക്കണ്ട, റെസ്റ്റ് എടുത്തോ. ഇല്ല, അത് കുഴപ്പമില്ല. എനിക്കിങ്ങനെ സിദ്ധുവിന്റെ കൂടെ നിന്നാ മതി. ഞാൻ നിന്റെ കൂടെ എപ്പോഴും ഇല്ലേടി. അതും മതി, ഇനി തേക്കണ്ട. നനവില്ല. ഓക്കെ ഓക്കെ. പയ്യെ പയ്യെ. ലച്ചൂസേ, എന്നാലും ഹോസ്പിറ്റലിൽ പോയപ്പോ എന്നെ ഒന്ന് വിളിച്ച് പറയായിരുന്നു. കേശു പറഞ്ഞതാ നിന്നെ വിളിച്ച് പറയാവുന്ന. അപ്പൊ ഞാനാ പറഞ്ഞ വെറുതെ ചുമ്മാ ടെൻഷൻ ആക്കണ്ടല്ലോന്ന്. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം. ശരി ലച്ചൂസേ. ഇങ്ങനെ വെച്ചോണ്ടിരുന്ന കൈ ഇങ്ങനെ തന്നെ ആയി പോവും. ഇവിടെ സോഫയുടെ അവിടെ. കഞ്ഞി കുടിക്കാം. കഞ്ഞിയാ? കഞ്ഞി എനിക്ക് വേണ്ട, വിശക്കുന്നില്ല. അങ്ങനൊന്നും പറയാൻ പറ്റില്ല, കഞ്ഞി കുടിക്കണം. അല്ല, വിശക്കാനിട്ടാ. നമ്മൾ ആരോഗ്യത്തിന് വേണ്ടല്ലേ കഞ്ഞി കുടിക്കണേ, കഞ്ഞി കുടിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ എനിക്ക് കോരി തരുമോ? ലച്ചൂസിന് ഞാൻ കോരിത്തരും. ഇത്രയും ഞാനും ആഗ്രഹിച്ചോളൂ. മതി. കഴിച്ചു. ഉപ്പില്ലാത്തോണ്ട് സുഖമില്ല. കുഴപ്പമില്ല, കഴിക്കടാ. ബാ. മതിയാ? കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം മൊത്തം. താങ്ക്സ്. ലച്ചൂസേ, വേദന എങ്ങനെയുണ്ട്? വേദനയാ? അത് ഇത് ഞാൻ കുറച്ച് കഴിയുമ്പോ കുറയുന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ കുറയുന്നില്ല. അതെ, ഞാൻ അറിയാതെ മസിൽ മെമ്മറിയില് എന്തായതാ വേദന. പോവാണോ? ഒരു 5 മിനിറ്റും കൂടെ എന്റെ കൂടെ ഇരിക്കോ? ഇരിക്കാം. അത് മൊത്തം പൊടിയായിരിക്കും. എന്തിനാ അടയ്ക്കുന്നു? എനിക്കന്നോർന്നു. ഓൾവേസ് വിത്ത് യു. ശരി. പിന്നെ താഴത്തൊരു സാധനം കൂടെ ഉണ്ട്. ഞാൻ കണ്ട്. ലവ് ചേട്ടൻ ആവുമ്പോല്ലേ? ഇത്രയൊക്കെ ഞാനും ആഗ്രഹിച്ചോളൂ. എന്താ ആഗ്രഹിച്ചത്? ഒന്നുമില്ല. അളിയാ ലബാന
അതിപ്പോ ഇങ്ങനെ ചോദിക്കേണ്ട കാര്യം ഉണ്ടോടാ അളിയാ കിഴങ്ങേ. ഞാനേ പോയി കഞ്ഞി എടുത്ത് തിരിച്ചു വെച്ചിട്ട് വരാം. കഞ്ഞി തിരിച്ചു വെക്കേ? അല്ല, ഈ പാത്രം കൊണ്ട് തിരിച്ചു വെച്ചിട്ട് വരാം. അങ്ങനെ പെട്ടിലേക്ക് വേനെടുക്കണം. ആഹാ കൊള്ളാല്ല. എങ്ങനെയുണ്ട്? ചേട്ടാ നല്ല പരിപാടി. എന്റെ അടുത്ത് എന്തൊരു സ്നേഹമാന്ന് അറിയോ? എന്നെ ലച്ചൂസേന്ന് ഇപ്പൊ വിളിക്കുന്ന തന്നെ. എന്താ മോമ? അല്ല, നീ ഇപ്പൊ കൈ നൂത്തായിരുന്നു. ആ കൈ നൂത്തല്ലോ, അപ്പുറത്തെ കൈ. ഇങ്ങനെ ആക്കിയായിരുന്നു. അല്ല, ഈ കൈ ഏത് കൈ? വയ്യാത്ത കൈ. വയ്യാത്ത കൈ അല്ല അങ്ങനെ ഇരിക്കണേ. ആ കൈ എങ്ങനെ നോക്കാൻ പറ്റും? എന്തായാലും അമ്മൂമ്മയുടെ കൈ ഒന്നും ഓടിച്ചിട്ടില്ലേ? എന്താ നീ പറഞ്ഞ? കണ്ണ് കാണൂല്ലേ അമ്മൂമ്മ? കണ്ണാടി എടുത്ത് വയ്യ അമ്മൂമ്മ. അല്ല, എനിക്കങ്ങനെ തോന്നി. ചുമ്മാ ഇതണ്ട. ഇപ്പൊ ഏത് കൈയാണെങ്കിൽ? അതമ്മ കൈ ഇങ്ങനെ കൊറേ നേരം ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നേ. അപ്പൊ ഞാൻ ഈ കൈ ഇങ്ങനെ കൊടഞ്ഞതാ. കണ്ണട മാറ്റാറായി കേട്ടോ. കണ്ണട വെക്കണം ഫസ്റ്റ്. അതെ അതെ. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വിളിക്കണേ. ഓ വിളിക്ക്. ജസ്റ്റ് മിസ്. ഞാൻ ഇപ്പൊ ചത്തേനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ കണ്ടകാരൻ എന്തെങ്കിലും കാണിക്കില്ല. ഓ അറിയാം, പഠിപ്പിക്കണ്ട. തേങ്ങ. ഹലോ ഡോക്ടർ മഹേഷ്. അതേടാ പറയടാ. എന്താണ് പരിപാടി? ക്ലിനിക്കിലിരിക്കുന്നത്. ഞാനേ നിനക്ക് ഒരു എക്സ്റേ അയച്ചു തന്നിട്ടുണ്ട്. നീ അതൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഫോണിൽ ഇപ്പൊ അയച്ചതാ? ആ, എന്റെ വൈഫിന്റെ. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നോ, 2 ദിവസമായി അവളുടെ കൈക്ക് ഫ്രാക്ചർ ആയിട്ട്. പക്ഷെ ചോദിക്കുമ്പോഴേ നല്ല പെയിൻ ഉണ്ടെന്ന് അവള് പറയണ ഇപ്പോഴും. 2 ദിവസമായിട്ടും പെയിൻ ഉണ്ടെന്നോ? ആ, മരുന്നൊന്നും കഴിക്കുന്നില്ല? മരുന്ന് കഴിക്കുന്നില്ല, പ്ലാസ്റ്റർ ഇട്ട് ഒട്ടിച്ചു വെച്ചേക്കുക. പ്ലാസ്റ്റർ പോലത്തെ ഒരു സാധനം ഇട്ടിട്ട് ഒട്ടിച്ചു വെച്ചേക്കും. ഓക്കെ, ഞാൻ ഒന്ന് നോക്കട്ടെ. ഞാൻ നോക്കിട്ട് വിളിക്കാം. നീ ഒന്ന് നോക്കിട്ട് വിളിയെന്നാ. ഓക്കേടാ. പറയൂ. ആ സിദ്ധു, ആ വൈഫിന്റെ കൈ ഒടിക്കുന്നല്ലേ പറഞ്ഞത്? അതെ, കൈ. പക്ഷെ അളിയനിപ്പോ അയച്ചെന്നേക്കണ കാലിന്റെ എക്സ്റേ ആണല്ലോ. കാലിന്റെ എക്സ്റേ ആണെന്നോ? എടാ പൊട്ടാ, നീ ഇത്രയും നാളായിട്ട് കൈയുടെ എക്സ്റേ ആണോ കാലിന്റെ എക്സ്റേ ആണോ എന്ന് പോലും തിരിച്ചറിയാൻ പോലും പറ്റത്തില്ലടാ നിനക്ക്. എടാ നീ എനിക്ക് അയച്ചു തന്നേക്കണത് കൈയിന്റെ അല്ല കാലിന്റെ എക്സ്റേ ആണ്. കാലിന്റെ എക്സ്റേ ആണോ? ആടാ. നിനക്ക് മാറപ്പെട്ടൊന്നുമില്ലല്ലോ. ഞാൻ വിളിക്കാവേ. ആ കയ്യാണോ കാലാണോ? കണ്ടിട്ട് കാലിന്റെ എക്സ്റേ പോലെ ഉണ്ടല്ലോ. എന്തോ എവിടെയാണ്? ദേ വരുന്നു. ഓടി വാ. എന്താ സിദ്ധു? എന്റെ ചക്കര ഞാൻ വല്ലാണ്ട് മിസ് ചെയ്തു. ശരിക്കും ഒരു 5 മിനിറ്റ് തന്നെ കാണാതായപ്പോ മിസ് ചെയ്തു. കാണാതിരിക്കാൻ പറ്റണില്ലെന്നേ. ഇപ്പൊ വേദന എങ്ങനെയുണ്ട്? വേദന നല്ല വേദന ഉണ്ടെന്നേ. ഒരാഴ്ച വേദന കാണുന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ ഡോക്ടർ പറഞ്ഞു ഭർത്താവ് നല്ലോണം നോക്കുവാണെങ്കിൽ പെട്ടെന്ന് മാറുന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞോ? അതേത് ഡോക്ടർ അങ്ങനെ പറഞ്ഞേ? അതാ ഏത് ഡോക്ടർ അങ്ങനെ പറഞ്ഞേ? സുധാകരൻ ഡോക്ടർ. ആ, എനിക്ക് തോന്നി അതേ പേര് തന്നെ പറയുന്നു. സുധാകരൻ ഡോക്ടർ. കണക്ഷൻ. സുധാകരൻ ഡോക്ടർ. ഈ സുധാകരൻ ഡോക്ടറെ എവിടെയാ വർക്ക് ചെയ്യണേ? ഏത് ഹോസ്പിറ്റലാ? ഏത് സ്ഥലത്താ? വാഴക്കാലിലുള്ള സുധാകരൻ ഡോക്ടർ അല്ലേ? വാഴക്കാല സുധാകരൻ. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്, നല്ല വേദനയില്ലേ, കുറച്ചു നേരം റെസ്റ്റ് എടുക്കാം.
ലച്ചു ഓ ക്ലീൻ ബൗൾ ബൗൾ. ഒറ്റ മിനിറ്റ് അങ്ങനെ തന്നെ നിക്കണേ, അനങ്ങല്ലേ. ഞാനേ എക്സ്റേ ഒന്ന് ചെക്ക് ചെയ്യാം. ലച്ചൂസേ, ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ. നല്ല ഫ്രാക്ചർ ഉണ്ട്. പക്ഷേ ഇത് കൈയുടെ അല്ല, കാലിന്റെയാണ്. അതെങ്ങനെ? കാലിന്റെ എക്സ്റേ. കാലിന്റെ കേശുവേ, കേശു. ഓ എവിടെയാടാ നീ? എന്റെ ചേച്ചി വേദന പിന്നെ കൂടിയോ? ആ വേദന ഞാൻ കൂട്ടുന്നുണ്ട്. ഏ എന്തേ? എന്ത് എന്ത് പറ്റി ചേച്ചി കയ്യിൽ ചെടിച്ചട്ടിയൊക്കെ? ഞാനേ കറക്റ്റ് എറിഞ്ഞു കൊടുത്തപ്പോ കറക്റ്റ് പിടിച്ച്. ചിലപ്പോ മസിൽ മെമ്മറി കൊണ്ട് പിടിച്ചതാവാം. എങ്ങനെ പിടിച്ചത്? ആ, പെട്ടെന്ന് വേദന മാറി. എനിക്ക് തോന്നുന്നു ഹെയർ ലൈൻ ഫ്രാക്ചർ ആയതുകൊണ്ട് ശരിയായെന്ന് തോന്നുന്നല്ലേ ചേച്ചി? പരിപാടി പൊളിഞ്ഞ്. മനസ്സിലായി. അത് കാലിന്റെ എക്സ്റേയാ. ഞാനല്ലേ കാലോട് ചേട്ടൻ്റെ അടുത്ത് 100 രൂപ കൊടുത്ത് മേടിച്ചേ. ഉണ്ടോ? എന്നിട്ട് നീ എന്റെ അടുത്ത് 500 രൂപ മേടിച്ചത്? വണ്ടി കൂലിക്ക് വേണ്ടേ പൈസ? പിന്നെ അളിയാ കളിയാ ഇങ്ങോട്ട് വന്നേ നീ. വാ എന്റെ ചക്കര ഇങ്ങ് വാ. ചോദിക്കട്ടെ, എന്തല്ലയാ ഇങ്ങ് വന്നേ. നല്ലല്ലേ? കഷ്ടപ്പെട്ടോടെ ഇത് ഒപ്പിക്കാൻ? ചെറുതായിട്ട്, അത്ര വലുതായിട്ടില്ല. എത്ര വലുതായിട്ട് ഒപ്പിച്ചല്ലേ? ഒന്നും ചെയ്യല്ലേ, സത്യമായിട്ടൊന്നും ചെയ്യല്ലേ. ഒന്നും ചെയ്യത്തില്ല. ഗതികേട് കയറാൻ പറ്റിപ്പോയതാ. എന്താ എന്താ അമ്മമ്മ ഇവളുടെ കൈയടിച്ചെന്ന് പറഞ്ഞില്ലായിരുന്നോ? അല്ല ചുമ്മാതാ, ചുമ്മാ ബ്ലാസ്റ്റ് ഇട്ട് വെച്ചേക്കാ അവള്. എന്തിന്? അതെന്റെ അളിയൻ പറയും. പറയടാ. ഞാൻ തന്നെ പറയണ. ചേച്ചിക്ക് അളിയന്റെ അറ്റൻഷനും കെയറും കിട്ടുന്നില്ല. അപ്പം അളിയന്റെ അറ്റൻഷനും കെയറും ചേച്ചിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചേച്ചി എന്നെ കണ്ടുപിടിച്ച ഐഡിയ ആണ്. എന്റെ ഐഡിയ ഒന്നുമല്ല സിദ്ധു. ഞാൻ എന്റെ വിഷമം പറഞ്ഞപ്പോ ഇവൻ പറഞ്ഞ തന്ന ഐഡിയയാ. ആണല്ലേ? ഇത് പിടിച്ചേ. ഉമ്മ ഞാനേ ഇന്ന് ലച്ചൂസിന്റെ കൈ ഒന്ന് ഒടിക്കുന്നുണ്ട് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, നല്ല രീതിക്ക് അറ്റൻഷനും കെയറും കൊടുക്കാൻ വേണ്ടിട്ടാ കേട്ടോ. ഒന്നും തോന്നരുതേ. ലച്ചു ഭാഗ്യം എന്നെ പിടിച്ചില്ല. ശരിയാ. ക്ലിങ് എടുത്തോട്ട് വന്നേ. എന്താ അമ്മ? ഇങ്ങോട്ട് വന്നേ. എന്തോന്നാടോ ഇത്? മര്യാദക്ക് ഒരു കള്ളത്തരം കാണിക്കാൻ പോലും അറിയത്തില്ല. അടുത്ത തവണ സെറ്റ് ആക്കാം.